ആറ്റുകാൽ ഉത്സവം 2024. ഈ വർഷത്തെ ഉത്സവം നടന്നത് ഫെബ്രുവരി 17 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിലാണ്. അമ്പലത്തിന് തൊട്ടു മുന്നിലുള്ള ഈ ഒരു ഓലപ്പുരയിൽ കാപ്പ് കെട്ടി കുടിയിരുത്തി തോറ്റംപാട്ട് പാടിയാണ് ഉത്സവ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അമ്പലത്തിലെ മിനി സ്റ്റേജിലും മെയിൻ സ്റ്റേജിലും ഈ 10 ദിവസവും ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. ദ്രാവിഡ ക്ഷേത്രങ്ങളെ കല്ലെന്ന് വിളിച്ചിരുന്നു. ആറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ സംഗമ സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രത്തിന് ആറ്റുകല്ല് എന്ന് വിളിച്ചു പോന്നു. ഇതാണ് ആറ്റുകാൽ എന്ന് പരിണമിച്ചത്. ആറ്റുകാൽ ക്ഷേത്രം കിള്ളിയാറിൻ്റെ സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരം മൊത്തം ഈ 10 ദിവസവും ആഘോഷ ലഹരിയിലായിരിക്കും. പൊങ്കാലയ്ക്ക് തലേ ദിവസം നഗരത്തിൽ എവിടെ തിരിഞ്ഞാലും സ്ത്രീകളായിരിക്കും എല്ലായിടത്തും. നഗരത്തിലെ ഒരു ബാറാണ് ഈ കാണുന്നത്. അന്ന് ബാറ് പ്രവർത്തിക്കത്തില്ല. എല്ലാം സ്ത്രീകൾ കൈയടക്കി അവിടെ അന്നദാനവും ഈ ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഫയർഫോഴ്സ്, പോലീസ്, പിന്നെ ആംബുലൻസ്, മെഡിക്കൽ സർവീസുകളെല്ലാം റെഡി ആയിരിക്കും. പൊങ്കാലയുടെ തലേദിവസങ്ങളിലൊക്കെ അമ്പലത്തിലും പരിസരത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഭക്തജനങ്ങളെ കൊണ്ട് നിറയും. ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകൾ, ഫാൻസി ഷോപ്പുകൾ, അങ്ങനെ എല്ലായിടത്തും ഭയങ്കര തിരക്കായിരിക്കും. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം കൂടിയാണിത്. ആറ്റുകാൽ പൊങ്കാലയെ മാതൃകയാക്കി കേരളത്തിലെ ചെറുതും വലുതുമായ മറ്റനേകം ക്ഷേത്രങ്ങളിൽ ഇന്ന് പൊങ്കാല നടന്നു വരുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിലാണ് ഗിന്നസ് ബുക്കിൽ ഈ ഉത്സവം അറിയപ്പെടുന്നത്. പൊങ്കാലയുടെ തലേ ദിവസം തിരുവനന്തപുരം നഗരം ഉറങ്ങാത്ത നഗരമായിട്ട് മാറും. പൊങ്കാല ദിവസം രാവിലെ തന്നെ എല്ലായിടത്തും അടുപ്പൊക്കെ കൂട്ടി പാത്രമൊക്കെ റെഡിയാക്കി എല്ലാവരും തയ്യാറായിട്ടുണ്ടാവും. ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ നഗരത്തിലെ എല്ലാ മെയിൻ സെൻറ്ററുകളും ഫുള്ളായിട്ടുണ്ടാവും. പലരും വളരെ ദൂരത്തു നിന്ന് തന്നെ നേരത്തെ വന്ന് സീറ്റൊക്കെ പിടിച്ച് സ്ഥലമൊക്കെ കണ്ടെത്തി വെച്ചിട്ടുണ്ടാവും. 1997 ഫെബ്രുവരി 23 നടന്ന പൊങ്കാലയിൽ 15 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുത്തതായിട്ടാണ് കണക്കാക്കുന്നത്. 2009 പുതുക്കിയ ഗിന്നസ് റെക്കോർഡ് പ്രകാരം 25 ലക്ഷത്തോളം പേർ ഈ ഉത്സവത്തിൽ പങ്കെടുത്തു. തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തോട് സാമ്യമുള്ള ആറ്റുകാലമ്മയുടെ തോറ്റംപാട്ടിൽ വടക്കും കൊല്ലത്തെ കന്യാവ് കാളി രൂപം പൂണ്ട് തൻ്റെ ഭർത്താവിനെ അന്യായമായി വധിച്ച പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം ശിരസ് മഹാദേവന് അർപ്പിക്കുന്ന ഭാഗം പാടിയാണ് ഈ പൊങ്കാല ആരംഭിക്കുന്നത്. പൊങ്കാല സമയത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രവും അതിന് പരിസരങ്ങളായ തിരുവനന്തപുരം നഗരവും ജനനിബിഡമാകാറുണ്ട്. ക്ഷേത്ര പരിസരത്ത് നിന്നും ഏകദേശം ഒരു 10-20 കിലോമീറ്ററോളം റോഡിന് ഇരുവശവും വരിവരിയായിട്ട് പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും. ഈ വർഷവും പൊങ്കാല അർപ്പിക്കാനായിട്ട് ചിപ്പി ചേച്ചിയും സംഘവും എത്തിയിട്ടുണ്ടായിരുന്നു. പൊങ്കാല സമയത്ത് ആറ്റുകാലമ്മയ്ക്ക് എല്ലാ ഭക്തജനങ്ങളും ഒന്നാണല്ലോ. 10:30 എല്ലാവരും അടുപ്പിലേക്ക് തീ പകർന്നു. പതിവുപോലെ തന്നെ പൊങ്കാല ഉത്സവം എല്ലാം നന്നായിട്ട് കവറേജ് ചെയ്യാനായിട്ട് എല്ലാ ന്യൂസ് ചാനൽസും റെഡിയാണ്. റിപ്പോർട്ടർമാരുൾപ്പെടെ എല്ലാം തയ്യാറായി. പൊങ്കാലക്കലം നിറഞ്ഞു തുളുമ്പുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് ഭക്തർക്ക് കിട്ടുന്നത്. മകരം കുംഭമാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിൻ്റെ 9-ാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. പൂരം നാളും പൗർണമിയും ചേർന്ന് വരുന്ന ഈ ദിവസം ആദിപരാശക്തിയായ ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ഭക്തർക്കുണ്ടാകും എന്നാണ് വിശ്വാസം. ഇത് താലപ്പൊലിക്കായിട്ട് കൊണ്ടുവന്ന ഏതോ ഒരു ക്യൂട്ട് മോള്, നല്ല രസമുണ്ടല്ലേ അവളുടെ ചിരി കാണാനായിട്ട്. കൂടാതെ കുഞ്ഞ് ആറ്റുകാലമ്മയുടെ രൂപം ധരിച്ച ഒരു കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നു. ചാനൽസ് എല്ലാവരും അവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. നല്ല കുട്ടി മോളും നല്ല ക്യൂട്ട് മോളും. അടുപ്പ് കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര പുകയായിരിക്കും എല്ലായിടത്തും. എല്ലാ അടുപ്പുകളും കൂടി ഈ തിരുവനന്തപുരം സിറ്റിയിലുള്ള 10-30 ലക്ഷം അടുപ്പുകൾ ഒരുമിച്ച് കത്തുമ്പോഴത്തേക്കും ഉണ്ടാകുന്നൊരു പുകയും ഫീലുണ്ടല്ലോ, അത് തന്നെയാണ്. നഗരം മൊത്തം പെട്ടെന്നൊരു ക്ലൗഡ് പോലെയാവും. തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തോട് സാമ്യമുള്ള ആറ്റുകാലമ്മയുടെ തോറ്റംപാട്ടിൽ വടക്കും കൊല്ലത്തെ കന്യാവ് കാളി രൂപം പൂണ്ട് തൻ്റെ ഭർത്താവിനെ അന്യായമായി വധിച്ച പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം ശിരസ് മഹാദേവന് അർപ്പിക്കുന്ന ഭാഗം പാടിയാണ് ഈ പൊങ്കാല ആരംഭിക്കുന്നത്. പൊങ്കാല സമയത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രവും അതിന് പരിസരങ്ങളായ തിരുവനന്തപുരം നഗരവും ജനനിബിഡമാകാറുണ്ട്. ക്ഷേത്ര പരിസരത്ത് നിന്നും ഏകദേശം ഒരു 10-20 കിലോമീറ്ററോളം റോഡിന് ഇരുവശവും വരിവരിയായിട്ട് പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും. ഇന്ന് ലോകത്തിൻ്റെ പല കോണുകളിലും വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ മലയാളികളുള്ള എല്ലായിടങ്ങളിലും വീടുകളിലൊക്കെ ഈ ആറ്റുകാൽ പൊങ്കാല നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി. ആറ്റുകാൽ പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയായി ഉണ്ടാകുമെന്നും ഒടുവിൽ പരാശക്തിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു.
തിരുവനന്തപുരം നഗരത്തിലെ ഈ പൊങ്കാല ദിവസം എല്ലാവരും ജാതി മത ഭേദമന്യേ പൊളിറ്റിക്സ് ഒന്നും നോക്കാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു ദിവസമാണ്. ഏത് വീട്ടിലും കയറി എന്ത് സഹായവും ചോദിക്കാം ഈ ഭക്തർക്ക്. അത്രയും ഒരു ഫ്രീഡം ഉള്ളൊരു ദിവസമാണിത്. സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരും അന്നദാനം, വെള്ളം വിതരണം, ജലവിതരണം, ജ്യൂസുകൾ എല്ലാം കൊടുക്കുന്നൊരു ദിവസം കൂടിയാണിത്. മറ്റ് ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ആളുകൾക്ക് വരെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കും. ഈ ഒരു കാര്യത്തിൽ തിരുവനന്തപുരത്തുകാരുടെ ഒത്തൊരുമ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആറ്റുകാൽ ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേക്കോട്ടയ്ക്ക് സമീപം ആറ്റുകാൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. തമ്പാനൂരിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് 4 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. കിഴക്കേക്കോട്ടയിൽ നിന്നും 3 കിലോമീറ്റർ ദൂരമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്ററിനടുത്താണ് ദൂരമുള്ളത്. കിഴക്കേക്കോട്ടയിൽ നിന്നും ആറ്റുകാൽ ഭാഗത്തേക്ക് ധാരാളം ബസ്സുകൾ ലഭ്യമാണ്. പൊങ്കാല സമയത്ത് KSRTC ക്ഷേത്രത്തിലേക്കും തിരിച്ചും പ്രത്യേകം സർവീസുകളൊക്കെ നടത്താറുണ്ട്. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അടുത്തുള്ള എയർപോർട്ട് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. പ്രധാനമായിട്ടും എല്ലാവരും ഉണ്ടാക്കുന്ന പ്രസാദം എന്ന് പറയുന്നത് തിരളി ഇലയിൽ ഉണ്ടാക്കുന്ന തിരളിയപ്പം അല്ലെങ്കിൽ വയനയപ്പം, പിന്നെ പായസം, വെള്ളച്ചോറ്, അണ്ടപ്പുറ്റ്, അരവണ, അങ്ങനെ പലതും. 2:30 മണിയാകുമ്പോഴത്തേക്കും അമ്പലത്തിലെ പോറ്റി, ഏകദേശം ഒരു 400-500ഓളം പോറ്റിമാരുണ്ടാവും. തിരുവനന്തപുരം നഗരത്തിൽ എല്ലായിടത്തും ഈ പുണ്യവെള്ളം വെച്ചിട്ട് നിവേദ്യം നടത്തും. പെട്ടെന്ന് തന്നെ നഗരസഭയിലെ ജോലിക്കാരെല്ലാം റോഡിലേക്ക് ഇറങ്ങി എല്ലാം വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. നഗരസഭയ്ക്കും ജോലിക്കാർക്കും ഒരു ബിഗ് സല്യൂട്ട്. അന്നേ ദിവസം രാത്രിക്കുള്ളിൽ തന്നെ നഗരം ക്ലീൻ. എല്ലാവരും പിന്നെ തിരിച്ചു നാട്ടിലേക്കൊക്കെ പോകേണ്ട തിരക്കിലായിരിക്കും. രാത്രി ബാലന്മാരുടെ കുത്തിയോട്ടം ഉണ്ടാകും. ഇത്തവണ ആറ്റുകാലമ്മയുടെ ഉത്സവത്തിടമ്പേറ്റം വന്നത് പ്രസിദ്ധ ആനയായിട്ടുള്ള തൃക്കടവൂർ ശിവരാജു ആയിരുന്നു. അതോടുകൂടി ഈ വർഷത്തെ ഉത്സവം കഴിഞ്ഞു. ഇനി എല്ലാ പ്രതീക്ഷയോടും കൂടി അടുത്ത വർഷത്തെ ഉത്സവത്തിനായിട്ട് കാത്തിരിപ്പ്.